വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ മാത്സിലുണ്ടോ. ലുക്കീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സർവശ്രീ എന്ന 7 വയസ്സുകാരിക്ക് ചികിത്സയ്ക്ക് വേണ്ടി 50 ലക്ഷം രൂപ സമാഹരിക്കാനുള്ള ശ്രമം ഫലം കണ്ടു. ലുക്കീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സർവശ്രീ എന്ന 7 വയസ്സുകാരിക്ക് ചികിത്സയ്ക്ക് വേണ്ടി 50 ലക്ഷം സമാഹരിച്ച് ഒരു നാട്. ചെർപ്പളശ്ശേരി കരുമാനം കുർശിയിൽ താമസിക്കുന്ന 7 വയസ്സുകാരി സർവശ്രീയുടെ ചികിത്സയ്ക്കാണ് നാട് ഒരുമിച്ച് പണം സമാഹരിച്ചത്. സർവശ്രീ ധനസഹായ നിധി ലക്ഷ്യമാക്കിയ 50 ലക്ഷം രൂപ സുമനസുകളുടെ സഹായത്തോടെ വിജയകരമായി പൂർത്തീകരിച്ചു. എല്ലാ സംഘടനകളെയും ആരാധനാലയങ്ങളെയും ഗ്രൂപ്പുകളെയും വ്യക്തികളെയും മറ്റു പൗരപ്രമുഖരെയും സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നതായി സർവശ്രീ ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ആയതിനാൽ ജൂൺ 26 മുതൽ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചോ QR കോഡ് ഉപയോഗിച്ചോ ധനസഹായം അയക്കരുതെന്നും അവർ കൂട്ടിച്ചേർത്തു. നമ്മുടെ സർവശ്രീമോളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപ സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ 50 ലക്ഷം രൂപ നമ്മളുടെ ഫണ്ടിലേക്ക് നമുക്ക് സ്വരൂപിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 50 ലക്ഷം രൂപ നമ്മൾ ഏകദേശം തുക നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി നമ്മൾ ഇത് വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഔപചാരികമായിട്ടുള്ള ഒരു അറിയിക്കൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ചെയർമാനും അതുപോലെ തന്നെ വിപുലമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വെച്ച് അറിയിക്കും. പക്ഷെ എങ്കിൽ ഈ നിമിഷം മുതൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ എല്ലാവരോടും പറയുന്നത് ഇനി ആരും ആ അക്കൗണ്ടിലേക്ക് QR കോഡ് ഉപയോഗിച്ചോ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചോ അതിലേക്ക് പൈസ നിക്ഷേപിക്കരുത് എന്നുള്ള ഒരു അപേക്ഷയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇനി ആരെങ്കിലും പുതിയ ക്യാമ്പയിനുകളായിട്ടോ മറ്റ് ഏതെങ്കിലും രീതിയിലോ സർവശ്രീമോളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു തുകയിലേക്ക് സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സോഴ്സ് എന്ന രീതിയിൽ ആരും പുതിയൊരു പ്ലാനുകളൊന്നുമായി ചെയ്യരുത്.